എല്ലാവർക്കും നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് ഫോർ ഗോഡ് എന്ന് പറയുന്ന സീരീസിലെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ ചെയ്തിരുന്നത് ദ ഫൈൻ ട്യൂണിങ് ആർഗ്യുമെൻറ്റിനെ കുറിച്ച് ആയിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ ഓണ്ടോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന ഒരു ആർഗ്യുമെൻറ്റിനെ കുറിച്ചാണ്. ഈ ആർഗ്യുമെൻറ്റിലേക്ക് കിടക്കുന്നതിന് മുന്നേ എന്താണ് ഈ ആർഗ്യുമെൻറ്റിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ബേസിക് ഡെഫിനിഷൻസ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ആർഗ്യുമെൻറ്റിനെ ചുറ്റിപ്പറ്റിയുള്ള ഒന്നാമത്തെ ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഈ ആർഗ്യുമെൻറ്റിൻ്റെ പ്രൊപ്പോണൻസ് ദൈവത്തെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു മാക്സിമലി ഗ്രേറ്റ് ബീയിങ് ആയിട്ടാണ്, അതായത് മാക്സിമൽ ഗ്രേറ്റ്നെസ് ഉള്ള ഒരു ബീയിങ്. അപ്പോൾ എന്താണ് ഗ്രേറ്റ്നെസ് എന്നുള്ളതിനെ പറ്റിയൊക്കെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. വളരെ വാലിഡായിട്ടുള്ള കാര്യമാണ്. ഈ ആർഗ്യുമെൻറ്റിൻ്റെ പ്രൊപ്പോണൻസ് എന്താണ് ഗ്രേറ്റ്നെസ് ഉള്ളതിനെ കൃത്യമായിട്ട് അവരുടെ സൈഡിൽ നിന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശരിയോ തെറ്റോ എന്നൊക്കെ ഉള്ളത് വേറെ, പക്ഷേ അവർക്കതിനൊരു ഡെഫിനേഷൻ ഉണ്ട്. അതായത് മാക്സിമൽ ഗുഡ്നെസ് അല്ലെങ്കിൽ പെർഫെക്റ്റ് ഗുഡ്നെസ്, ഓൾ പവർഫുൾ, പവറിൻ്റെ കാര്യത്തിൽ പെർഫെക്ഷൻ, ഓൾ നോയിങ്, നോളജിൻ്റെ കാര്യത്തിൽ പെർഫെക്ഷൻ, അങ്ങനെ പല വിശേഷണങ്ങളുണ്ടല്ലോ ദൈവത്തിന്. അപ്പം ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ ഇവർ കൊടുക്കുന്ന മറ്റൊരു വിശേഷണമാണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു സാധനം ഗ്രേറ്റ് ആകണമെങ്കിൽ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു അട്രിബ്യൂട്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ബൈ നെസസിറ്റി അത് എക്സിസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആർഗ്യുമെൻറ്റ്. അടുത്ത ഡെഫിനിഷനാണ് പോസിബിൾ വേൾഡ്സ് എന്ന് പറയുന്നത്. പോസിബിൾ വേൾഡ്സ് എന്ന് പറയുമ്പോൾ ഈ ആർഗ്യുമെൻറ്റിൻ്റെ പ്രൊമിസിൽ, സ്ട്രിക്ട്ലി ഈ ആർഗ്യുമെൻറ്റിൻ്റെ പ്രൊമിസിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള സാധ്യമായ ഡിസ്ക്രിപ്ഷൻസ് വെറും ഡിസ്ക്രിപ്ഷൻസ് എന്നുള്ളതല്ല, ഇൻറ്റേർണലി ലോജിക്കലി കോൺട്രഡിക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ വേൾഡിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, പലതരം ഡിസ്ക്രിപ്ഷൻസ് എന്നുള്ളതാണ് പോസിബിൾ വേൾഡ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്കറിയാം ഇതിനൊരു വിശദീകരണം ആവശ്യമാണ്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വേൾഡിൽ ഇപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഈ വീഡിയോ ചെയ്യുകയാണ്. ഞാനിവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നതിന് പകരം എൻ്റെ കട്ടിലിൽ കിടന്നുറങ്ങുന്ന ഒരു യൂണിവേഴ്സിനെ പറ്റി നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലേ? ഡെഫിനറ്റ്ലി പറ്റും, ഇമാജിൻ ചെയ്യാൻ പറ്റും. ആൻഡ് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ലോജിക്കൽ കോൺട്രഡിക്ഷൻ ഇല്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡൻറ്റ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് ആകുന്നതിന് പകരം കമലാ ഹാരിസ് ആയിട്ടുള്ള ഒരു വേൾഡ് ഡിസ്ക്രിപ്ഷനെ പറ്റി നമുക്ക് ആലോചിക്കാൻ പറ്റില്ലേ? ഡെഫിനറ്റ്ലി കമലാ ഹാരിസും ആകാം. അവർ തോറ്റുപോയി എന്നുള്ളത് കൊണ്ട് അവരായിക്കൂടെ ഒരിക്കലും ആകില്ല, അല്ലെങ്കിൽ അവരാകുന്നത് ഒരു ലോജിക്കൽ കോൺട്രഡിക്ഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇതേപോലെ ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഒരു യൂണിവേഴ്സിനെ പറ്റി അല്ലെങ്കിൽ ഒരു വേൾഡിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. ഇത് പറയുന്ന സമയത്ത് നിനക്ക് അതിനുള്ള കഴിവുണ്ടോടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല. അതിൻ്റെ പോസിബിലിറ്റി, അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. അതൊരു പോസിബിലിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിബിൾ വേൾഡ് ഉണ്ടാവും. അപ്പോൾ ഈ ഡെഫിനേഷനും മനസ്സിലാക്കിയിരിക്കുക എന്താണ് പോസിബിൾ വേൾഡ് എന്നുള്ളത്. ഇനി നമുക്ക് നേരെ ആർഗ്യുമെൻറ്റിലേക്ക് കിടക്കാം. ഈ ആർഗ്യുമെൻറ്റിന് 5 പ്രമിസസ് ഉണ്ട്. ഞാൻ അത് ഓരോന്നോരോന്നായിട്ട് പറയാം. പ്രമിസ് നമ്പർ 1, ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് എ മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എക്സിസ്റ്റ്. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ പ്രകാരമുള്ള ഒരു മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണ് എന്നുള്ളതാണ് ആദ്യത്തെ പ്രമിസ് പറയുന്നത്. ഇനി പ്രമിസ് നമ്പർ 2, എ മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എക്സിസ്റ്റ് ഇൻ സം പോസിബിൾ വേൾഡ്. ഒരു മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എന്ന് പറയുന്നത് ഏതോ ഒരു പോസിബിൾ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇത് ആക്ച്വലി പ്രമിസ് നമ്പർ 1 നിന്ന് ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി പ്രമിസ് നമ്പർ 3, if a maximally great being exists in some possible world, then it exists in every possible world. അതായത് ഒരു മാക്സിമലി ഗ്രേറ്റ് ബീയിങ് ഏതെങ്കിലും ഒരു പോസിബിൾ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാ പോസിബിൾ വേൾഡ്സിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോസിബിൾ വേൾഡിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നതാണെങ്കിൽ അത് മാക്സിമലി ഗ്രേറ്റ് ബീയിങ് ആവില്ല. അത് മാക്സിമലി ഗ്രേറ്റ് ബീയിങ് ആവണമെങ്കിൽ അത് എല്ലാ പോസിബിൾ വേൾഡിലും എക്സിസ്റ്റ് ചെയ്യണം. അതായത് എല്ലാ പോസിബിൾ വേൾഡിലും എക്സിസ്റ്റ് ചെയ്യാതെ ഒരെണ്ണത്തിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഗ്രേറ്റ് ബീയിങ് എന്ന് പറയുന്നത് മാക്സിമൽ ആവില്ല, അല്ലെങ്കിൽ പൂർണ്ണമാവില്ല എന്നുള്ളതാണ്. ഇനി പ്രമിസ് നമ്പർ 4, ഇഫ് എ മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എക്സിസ്റ്റ് ഇൻ എവറി പോസിബിൾ വേൾഡ്, ദെൻ ഇറ്റ് എക്സിസ്റ്റ് ഇൻ ആക്ച്വൽ വേൾഡ്. അതായത് ഒരു മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എല്ലാ പോസിബിൾ വേൾഡുകളിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ വേൾഡിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് കാരണമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വേൾഡും ഒരു പോസിബിൾ വേൾഡാണ്. അതായത് ലോജിക്കൽ കോൺട്രഡിക്ഷൻസ് ഇല്ലാതെ നമുക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു വേൾഡ് തന്നെയാണ് നമ്മളുടെ വേൾഡും. അപ്പോൾ എല്ലാ പോസിബിൾ വേൾഡിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളുടെ ഈ വേൾഡിലും അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് മുമ്പത്തെ ആർഗ്യുമെൻറ്റിൽ നിന്ന് ഇത് ഫോളോ ചെയ്യുന്നതാണ്. പ്രമിസ് നമ്പർ 5, എ മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എക്സിസ്റ്റ് ഇൻ ആക്ച്വൽ വേൾഡ്. അതായത് ഒരു മാക്സിമലി ഗ്രേറ്റ് ബീയിങ് നമ്മളുടെ ആക്ച്വൽ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി കൺക്ലൂഷൻ എന്ന് പറയുന്നത്, therefore a maximally great being exists. എൻ്റെ അഭിപ്രായത്തിൽ ഈ ആർഗ്യുമെൻറ്റ് വളരെ സ്മാർട്ടായിട്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ഒരു ആർഗ്യുമെൻറ്റാണ്. ഒരു സർട്ടൺ കൈൻഡ് ഓഫ് സ്ട്രീറ്റ് സ്മാർട്ട്നെസ് ഈ ആർഗ്യുമെൻറ്റിനുണ്ട്. എന്നാൽ ആ സ്ട്രീറ്റ് സ്മാർട്ട്നെസ് തന്നെയാണ് ഈ ആർഗ്യുമെൻറ്റിനെ അവസാനം വെള്ളത്തിൽ കൊണ്ട് ചാടിക്കുന്നതും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ ആർഗ്യുമെൻറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ കടന്നു കഴിഞ്ഞാൽ, പ്രശ്നം നമ്പർ 1 എന്ന് പറയുന്നത് ഉദിക്കുന്നത് തന്നെ
ഇതിൻ്റെ premise number 1-ലാണ്. premise number 1 എന്ന് പറയുന്നത് ഇറ്റ്സ് പോസിബിൾ ദാറ്റ് എ മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എക്സിസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇതെങ്ങനെ പ്രശ്നമാകുന്നു എന്നുള്ളത് പറയുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഈ premise number 1 ശരിയാണ് എന്ന് അംഗീകരിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് മറ്റ് പ്രമിസുകളിലേക്കൊന്ന് പോകാം. എന്നിട്ട് ഇതെങ്ങനെ പ്രശ്നമാകുന്നു എന്നുള്ളത് അനലൈസ് ചെയ്യാം. മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എല്ലാ പോസിബിൾ വേൾഡുകളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബീയിങ് ഒരു മാക്സിമലി ഗ്രേറ്റ് ബീയിങ് ഇല്ലാത്ത വേൾഡിലും എക്സിസ്റ്റ് ചെയ്യണ്ടേ? ഡെഫിനറ്റ്ലി എല്ലാ വേൾഡിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതില്ലാത്ത ഒരു വേൾഡിലും എക്സിസ്റ്റ് ചെയ്യണ്ടേ? ഇത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ പറയാം, അതിനൊരു മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യാത്തൊരു വേൾഡ് ഇല്ലല്ലോ, അതുകൊണ്ടാണല്ലോ അത് മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എന്ന് പറയുന്നത്. വെയിറ്റ് അത് നമ്മളിത് കഴിഞ്ഞിട്ട് അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇങ്ങനെ ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഒന്ന് വിചാരിക്കുക. ഒരു സാധനത്തിന് നിലനിൽക്കുകയും നിലനിൽക്കാതിരിക്കുകയും ഒരുമിച്ച് ചെയ്യുക സാധ്യമല്ല. ഒന്നെങ്കിൽ അത് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നില്ല. ഈ ഒരു ലോജിക്കൽ കോൺട്രഡിക്ഷൻ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നോക്കാം. 2 രീതിയിൽ ഒഴിവാക്കാം. ഒന്ന്, ഒരു മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എന്ന് പറയുന്നത് ബൈ ഡെഫിനിഷൻ എല്ലായിടത്തും ഉള്ളതാണ്, അതുകൊണ്ട് അത് ഇല്ലാത്തൊരു യൂണിവേഴ്സ് ഉണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ലോജിക്കൽ കോൺട്രഡിക്ഷനെ ഒഴിവാക്കാൻ ശ്രമിക്കാം. 2, മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എന്ന് പറയുന്ന ഡെഫിനിഷൻ തന്നെ അബ്സേർഡാണ്. അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ലോജിക്കൽ കോൺട്രഡിക്ഷൻസ് ഉണ്ടാവും, അതുകൊണ്ട് ആ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്ന് പറയാം. ഇത് 2ാമത്തെ രീതി. പൊതുവേ തീയിസ്റ്റുകളും അല്ലെങ്കിൽ ഈ ആർഗ്യുമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവരും എടുക്കുന്ന അപ്രോച്ച് എന്ന് പറഞ്ഞാൽ 1ാമത്തെയാണ്. അതായത് മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ യൂണിവേഴ്സിലും ഉണ്ട്, അതുകൊണ്ട് അതില്ലാത്ത യൂണിവേഴ്സ് എന്ന് പറയുന്നത് നടക്കുന്ന അല്ലെങ്കിൽ അതൊരു പോസിബിൾ യൂണിവേഴ്സ് അല്ല എന്നുള്ളതാണ്. ഇത് വളരെ വലിയ ഒരു റീസണിങ് എററാണ്, അല്ലെങ്കിൽ വളരെ കൺവീനിയൻ്റായിട്ട് അല്ലെങ്കിൽ കപടമായിട്ട് നടത്തുന്ന ഒരു കവറപ്പാണ്. എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പോസിബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റേർണൽ ലോജിക്കൽ കോൺട്രഡിക്ഷൻസ് ഇല്ലാതെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ വേൾഡിന് കൊടുക്കാൻ പറ്റുന്ന ഡിസ്ക്രിപ്ഷൻസാണ് പോസിബിൾ യൂണിവേഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേൾഡ് ഒരു പോസിബിൾ വേൾഡ് അല്ലാതാകണമെങ്കിൽ ആ വേൾഡിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് ഇൻഹറൻ്റ്ലി ഒരു ലോജിക്കൽ കോൺട്രഡിക്ഷൻ നിലനിൽക്കണം. അങ്ങനെ ഇല്ലാത്തടത്തോളം കാലം അതൊരു പോസിബിൾ വേൾഡാണ്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു മാക്സിമലി ഗ്രേറ്റ് ബീയിങ് ഇല്ലാത്ത ഒരു യൂണിവേഴ്സിനെ പറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു വേൾഡിൻ്റെ ഡിസ്ക്രിപ്ഷനെ പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി പറ്റും എന്നുള്ളതാണ് സത്യം. അതായത് ഒരു മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എന്ന് പറയുന്നത് ഒരു വേൾഡിൻ്റെ ഡിസ്ക്രിപ്ഷന് ഒരിക്കലും നെസസറി അല്ലാത്ത ഒരു കാര്യമാണ്. അത് വെറുതെ കുത്തിക്കഴിഞ്ഞൊരു സാധനമാണ്. നമുക്ക് ഈ വേൾഡിലെ എല്ലാ കാര്യങ്ങളെയും ഒരു മാക്സിമലി ഗ്രേറ്റ് ബീയിങ്ങിനെ എവിടെയും കൊണ്ട് വെക്കാതെ സുഖമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. മാക്സിമൽ ഗ്രേറ്റ്നെസ് എന്നുള്ളത് മാത്രമല്ല, ഒരു ഓൾ ലവിങ്, ഓൾ ഗുഡ്, ഓൾ പവർഫുൾ തുടങ്ങിയ ഈ ഡെഫിനിഷൻസ് എല്ലാം ഒത്തുചേരുന്ന ഒരു ഗോഡിനെ എവിടെയും കൊണ്ട് പ്ലേസ് ചെയ്യാതെ ഈ വേൾഡിലെ കാര്യങ്ങളെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു മാക്സിമലി ഗ്രേറ്റ് ഗോഡ് ഇല്ലാത്ത ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഒരു പോസിബിൾ യൂണിവേഴ്സാണ്. ഇതൊരു പോസിബിൾ യൂണിവേഴ്സ് അല്ല എന്ന് സ്ഥാപിക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്താണ് ഒരു പോസിബിൾ യൂണിവേഴ്സ് എന്ന് ഡിഫൈൻ ചെയ്തത് കംപ്ലീറ്റ്ലി പൊളിച്ചു മാറ്റണം, എന്നാലേ അത് സാധിക്കൂ. അതാണ് ഇവരവിടെ ചെയ്യുന്നത്. അതായത് എന്താണ് ഒരു പോസിബിൾ യൂണിവേഴ്സ് എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ ഇവരുടെ കൺവീനിയൻസിന് വേണ്ടി, ദൈവത്തെ പ്രൂവ് ചെയ്യാൻ വേണ്ടി മാക്സിമലി ഗ്രേറ്റ് ബീയിങ് ഉള്ള യൂണിവേഴ്സുകൾ മാത്രമേ പോസിബിൾ യൂണിവേഴ്സായിട്ട് കണക്കാക്കാൻ പറ്റൂ എന്നുള്ള രീതിയിൽ റീഡിഫൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് പറയാൻ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ആർഗ്യുമെൻറ്റ് നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ആർഗ്യുമെൻറ്റിലെ ഏറ്റവും ആദ്യത്തെ പ്രസംഷൻ അല്ലെങ്കിൽ പ്രീ സപ്പോസിഷൻ എന്ന് പറയുന്നത് പോസിബിൾ യൂണിവേഴ്സുകൾ എന്താണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പോസിബിൾ യൂണിവേഴ്സുകൾ എന്താണ് എന്നുള്ളത് കൃത്യമായി ഡിഫൈൻ ചെയ്തതിന് ശേഷം മാത്രമേ മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എക്സിസ്റ്റ് ചെയ്യുക സാധ്യമാണ് എന്നുള്ള ആദ്യത്തെ പ്രെമിസ് പറയാൻ തന്നെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഫാക്റ്റ് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മാക്സിമലി ഗ്രേറ്റ് ബീയിങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന അല്ലെങ്കിൽ കോൺട്രഡിക്ഷൻസിനെ എങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുന്നത്? അതിനെ റിസോൾവ് ചെയ്യാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമുക്ക് പോസിബിൾ യൂണിവേഴ്സ് എന്താണെന്നുള്ളത് മാറ്റാൻ പറ്റില്ല, പകരം മാക്സിമലി ഗ്രേറ്റ് ബീയിങ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുക സാധ്യമല്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത് തെറ്റാണ്, അത് അബ്സേർഡാണ്, അതുകൊണ്ട് ആ ഡെഫിനിഷൻ യൂസ് ചെയ്യാൻ സാധ്യമല്ല എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. ഇനിയും നിങ്ങൾ ഈ മാക്സിമലി ഗ്രേറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ കൊണ്ട് എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ കൊണ്ട് ഒരു മാക്സിമലി ഗ്രേറ്റ് പിണറായി വിജയൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് വരെ പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വെറുതെ പറയുക, ഇറ്റ്സ് പോസിബിൾ ദാറ്റ് എ മാക്സിമലി ഗ്രേറ്റ് പിണറായി വിജയൻ എക്സിസ്റ്റ്. അപ്പോൾ ഒരു മാക്സിമലി ഗ്രേറ്റ് പിണറായി വിജയൻ എക്സിസ്റ്റ് ചെയ്യുക പോസിബിൾ ആണെങ്കിൽ അദ്ദേഹം ഏതോ ഒരു പോസിബിൾ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഏതോ ഒരു പോസിബിൾ വേൾഡിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി മാക്സിമലി ഗ്രേറ്റ് ബീയിങ് ആയതുകൊണ്ട് എല്ലാ പോസിബിൾ വേൾഡിലും പിണറായി വിജയൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം എല്ലാ പോസിബിൾ വേൾഡിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളുടെ ആക്ച്വൽ വേൾഡിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെയർഫോർ ഒരു മാക്സിമലി ഗ്രേറ്റ് പിണറായി വിജയൻ എക്സിസ്റ്റ് എന്ന് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത് എത്ര അബ്സേർഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ആണെന്നുള്ളത്. ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് അബ്സേർഡിറ്റിയും പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ഒരു കാര്യത്തിനെ ഡിഫൈൻ ചെയ്ത് വെച്ചതിന് ശേഷം അതെങ്ങനെ അങ്ങനെ ആവുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള കാരണമായിട്ട് ആ ഡെഫിനിഷൻ തന്നെ കാണിക്കുന്ന ആ ഒരു സർക്കുലർ റീസണിങ് ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ പിന്നിൽ. ഇത് വളരെ അബ്സേർഡ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് റീസണിങ് ആണ്. ഇതിന് യാതൊരു രീതിയിലുള്ള വാലിഡിറ്റിയും ഇല്ല. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഓണ്ടോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് റെഫ്യൂട്ടഡ് ആവുകയാണ് ഇവിടെ. ഇനി തീയിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഈ ആർഗ്യുമെൻ്റിൻ്റെ പ്രൊപ്പോണൻസിന് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മാക്സിമലി ഗ്രേറ്റ് ബീയിങ് ഇല്ലാത്ത ഒരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് ലോജിക്കലി ഇൻകോഹറൻ്റ് ആണ് ഇൻ ആൻഡ് ഓഫ് ഇറ്റ് സെൽഫ് എന്ന് തെളിയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഓണ്ടോളജിക്കൽ ആർഗ്യുമെൻറ്റിനെ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഇവിടുത്തെ തമാശ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അങ്ങനെ സ്ഥാപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഓണ്ടോളജിക്കൽ ആർഗ്യുമെൻറ്റിൻ്റെ ആവശ്യം തന്നെ ഇല്ല എന്നുള്ളതാണ്. അതായത് ദൈവമില്ലാത്തൊരു യൂണിവേഴ്സ് എന്ന് പറയുന്നത് ലോജിക്കലി ഇൻകോഹറൻ്റ് ആണ് അല്ലെങ്കിൽ അതിനകത്ത് ലോജിക്കൽ കോൺട്രഡിക്ഷൻസ് ഉണ്ട് എന്നൊരാൾക്ക് സ്ഥാപിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇൻറ്റേർണലിയാണ് ഞാൻ പറയുന്നത്, ഈ പറയുന്ന പോലെയുള്ള മാക്സിമലി ഗ്രേറ്റ് ബീയിങ്ങിൻ്റെ ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടല്ല, ഇൻറ്റേർണലി അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അതിലൊരു ലോജിക്കൽ കോൺട്രഡിക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ ഓണ്ടോളജിക്കൽ ആർഗ്യുമെൻറ്റിൻ്റെ ആവശ്യമില്ല. അവിടെ തന്നെ പ്രൂവ് ആയിക്കഴിഞ്ഞു ദൈവം എന്ന് പറയുന്നത് നെസസറി ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഓണ്ടോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു വേസ്റ്റഡ് ആർഗ്യുമെൻ്റ് ആണ്. അത് റിലൈ ചെയ്യുന്നത് തന്നെ അതിൻ്റെ ഫസ്റ്റ് ഫോൾസ് പ്രമിസിലാണ്. നമുക്കിതിൽ ജെനുവിനായിട്ട് നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം ഇങ്ങനെയൊന്നും നമുക്ക് ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ഒരു രീതിയിലും പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു സർക്കിളിൽ കിടന്നിങ്ങനെ കറങ്ങുന്ന കാര്യങ്ങളാണ്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് വളരെ വസ്തുനിഷ്ഠമായിട്ട് ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ പ്രൂവ് ചെയ്യാൻ ഉള്ള ഒരു ആർഗ്യുമെൻറ്റ് ഇനിയും വരേണ്ടിയിരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോസിൽ നോക്കാം അങ്ങനെ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. താങ്ക് യു സോ മച്ച്.